ഒരു അൺബോക്സിംഗ് ആണ്. നമുക്കറിയാം 12 ഈ സാധനം. ഇത് ക്യാമറ ഫിറ്റഡ് ഇവിടെ എഴുതി വെച്ചിരുന്നത് ക്യാമറ ഈസ് നോട്ട് ഇൻക്ലൂഡ്, പക്ഷേ ഇതിലൊരു ക്യാമറയുണ്ട്. അത് 7.5 മെഗാ പിക്സലാണ്. ഇതിൻ്റെ പേര് MT290 ആണ്. 6 ഇഞ്ച് റിമോട്ട് കൺട്രോൾ അതിലാണ്. ഇത് നമ്മൾ വാങ്ങിയിരിക്കുന്നത് മൈ ടോയ്സ് എന്നാണ്. ഇത് മൈ ടോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേൾഡ് മൊത്തം മൈ ടോയ്സിൻ്റെ പ്രോഡക്റ്റ് പോകുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ടോയ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിതെങ്ങനെയെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ചെക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അത് മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് പിന്നീട് ഇതിൻ്റെ ക്യാമറ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. കാരണം ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് രാത്രിയാണ്. ആദ്യം ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. തുറന്നു കഴിഞ്ഞു. നമുക്കറിയാം ഇതൊരു കാറ്റലോഗ് ഉണ്ട്. ഇത് മൊത്തം ചെയിനാണ്, അതുകൊണ്ട് തന്നെ മനസ്സിലാവുന്നില്ല നമുക്ക് കാണുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതൊക്കെ ഓൾറെഡി ഞാൻ ചോദിച്ചതാണ് അതിന് വാങ്ങുന്ന സമയത്ത് തന്നെ. നമുക്കത് നോക്കാം. ഇവിടെ ഇതാണ് നമ്മുടെ ടോയിൻ്റെ സാധനം, ഫിഷ് ഇത് പറക്കുന്ന ലൈറ്റ്, അതൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇതിൽ വാർണിംഗ് do not try broad നോർമൽ. നമുക്കിവിടെ കാണാം കാറ്റലോഗ്. ഇതൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൊബൈൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മൊബൈലിൽ റെക്കോർഡാണ്, വീഡിയോ ലൈവ് റെക്കോർഡ് ചെയ്യാൻ കഴിയും. അതാണ് ഇത് കാണുന്നത്. നമുക്ക് കാണാം ഇതിവിടെ മൊബൈൽ സെറ്റ് ചെയ്ത് ഇത് ചെയ്യാനാണ്. അത് അവർ കാറ്റലോഗ് ഉണ്ട്. അത് അദ്ദേഹം പറഞ്ഞതെന്ന് വിചാരിച്ചാൽ ഈ ഒരു സെറ്റപ്പ് അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. ഈ PR കോഡ് ഇവിടെ നമുക്കറിയാം QR കോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ ഉള്ളത് സ്റ്റാൻഡ്, ചാർജബിൾ, അതിൻ്റെ ചാർജിങ്, പെൻഡ്രൈവ് ചാർജൊക്കെ ഉണ്ട്. ഇതാണ് റിമോട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇത് ഞാൻ തന്നെ മൊബൈലിൽ വീഡിയോ എടുക്കുന്നതും റെക്കോർഡ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു വിരലൊക്കെ ഉണ്ടാകും. ഇത് നമ്മളെ ക്യാമറ. ഇതാണ് ക്യാമറ സെറ്റ് ചെയ്യേണ്ടത്. ക്യാമറ ഇവിടെ കാണുന്ന ഒരു ചെറിയൊരു ക്യാമറയാണ്. ഒരു 7.5 എന്നാണ് ഇതിൻ്റെ മെഗാ പിക്സൽ എന്ന് പറഞ്ഞത്. സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാമെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഞാൻ ഇപ്പോൾ റൂമിലുള്ളത് തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് ചാർജാണ്. അദ്ദേഹം പറഞ്ഞു ശരി ഏകദേശം 50 മിനിറ്റ് നമുക്കത് ഇതിൻ്റെ ചാർജ് നിൽക്കുന്നതാണ്. 15 മിനിറ്റോളമാണ് ഇതിൻ്റെ ചാർജിൻ്റെ ടൈം എന്ന് പറഞ്ഞത്. 15-20 മിനിറ്റോളം ഇതിൻ്റെ ചാർജ് നിൽക്കുന്നതാണ് പറഞ്ഞത്. പിന്നെ അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. എല്ലാം ഞാൻ ഒന്ന് പുറത്തെടുത്തതിന് ശേഷം അതിൻ്റെ കാല് കാണാം സെറ്റ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ അടുത്ത് കൊടുക്കാം ചെറിയ ഡോട്ട് കാണാം. അതെങ്ങനെയാണ് വെക്കുന്നത് വെച്ചാൽ ഓരോ ജോയിൻ്റ് ആയിട്ട് നോക്കിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെയായി നമുക്ക് ഈ സാധനം ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഓപ്പൺ ചെയ്ത് ഇവിടെയുള്ള ഈ കണക്ഷൻ നമുക്കൊന്ന് കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ഓഫ് ചെയ്യാം.
അതിനുശേഷം ഈ ക്യാമറ ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഈ ജോയിൻ്റ് കാണുന്നുണ്ട്, നമുക്കറിയാം ക്യാമറയിൽ ഇങ്ങനെ ഒരു ജോയിൻ്റ് ഉണ്ടാവും. ആ ജോയിൻ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. സെറ്റ് കൊടുത്തതിന് ശേഷം ഈ ഒരു കേബിളൊന്ന് നമ്മുടെ കണക്ട് ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് അത് കണക്ട് ചെയ്തായിരിക്കും ആദ്യം ബെറ്റർ. ഫസ്റ്റ് തന്നെ കണക്ട് ചെയ്തതിന് ശേഷം ചെയ്യലായിരിക്കും ബെറ്റർ. കണക്ട് ചെയ്തു, അതിനുശേഷം അത് ലോക്ക് ചെയ്യുകയാണ്. ഒരു സെറ്റും കൂടി ചെയ്ത് കഴിഞ്ഞു. ഇത് ചാർജബിളാണ്, നമ്മൾ ചാർജ് ചെയ്യാം. നമ്മൾ ഈ റിമോട്ട് ഇത് ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ റിമോട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണുള്ളത്. പിന്നീട് ഇത് നമ്മുടെ മൊബൈൽ ഇവിടെ കണക്ട് ചെയ്യാണ് വേണ്ടത്. മൊബൈൽ ഇത് വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്യാണ് വേണ്ടത്. അതിന് മുമ്പ് ഇതൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. സോറി, ഇത് നമുക്ക് ബാറ്ററി ഉണ്ടതും കൂടി ഒന്ന് റിമൂവ് ഓൺ ആക്കേണ്ടതുണ്ട്. പവർ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഓണാക്കി ക്യാമറ കറക്റ്റ് ആവുന്നുണ്ട്. അവിടെ നല്ല മുകളിലോട്ട് അതിപ്പോൾ ഇവിടെ ഉള്ളത് റൂമിലായതുകൊണ്ട് ഇത് സെറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. നമുക്ക് പിന്നീട് ഒരു ദിവസം ഇതിൻ്റെ വീഡിയോ ഫുൾ റിവ്യൂ നമുക്ക് കാണാവുന്നതാണ്. വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്രേ പൈസയുള്ളൂ. നമ്മൾ അങ്ങോട്ടാക്കും അങ്ങനെ പ്രസ്സാക്കി കറണ്ടിങ്ങിൻ്റെ പ്രസ്സാക്കി മുകളിൽ താഴെ അവൻ ക്യാമറ